ആ സുനിലെ, അകത്തിരിക്കുന്ന ബാഗ് ഓപ്പൺ ചെയ്യും. അടിക്കൊന്ന് ഓപ്പൺ ചെയ്തേ. അടിക്കൊന്ന് ഓപ്പൺ ചെയ്തേ. ആ ബാഗ് ഓപ്പൺ ചെയ്തേ. അതിലെന്താ ഇരിക്കുന്നത്? ചെക്ക് ചെയ്യും. സാർ കൺട്രോൾ വിളിക്കുന്നു. സർ. ഓക്കെ സർ. സർ. സർ തൂക്കുപാലം. ഓക്കെ സർ. ചെക്ക് പോസ്റ്റ് കമ്പമേട്. ഓവർ സർ. ഓവർ. സ്റ്റോപ്പ് ചെക്കിംഗ്. കം ഓൺ. വാ കേറ് കേറ് കേറ്.
ടീച്ചറെ വണ്ടി ഒന്ന് നിർത്തിക്കേ, കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. ജോസേട്ടാ വണ്ടി ഒന്ന് നിർത്തിക്കേ. ചേട്ടാ വണ്ടി ഒന്ന് ഒതുക്കിക്കേ. ഇൻഷുറൻസിന്റെ പേപ്പർ എവിടെ? സാർ എടുക്ക്. സാറേ അത് ഇതാ സാറേ. ഇൻഷുറൻസ് കഴിഞ്ഞല്ലോ. 3 ദിവസമായല്ലോ ഇൻഷുറൻസ് കഴിഞ്ഞിട്ട്. മറന്നതാ സാർ, സോറി. മറന്നുപോയോ? സോറി ഒന്നുമില്ല, 3 ദിവസമായി. പേര് പറ. സാർ, പേര് സാർ, പറഞ്ഞേ. പ്ലീസ് സാർ. നിന്റെ പേര് പറഞ്ഞേ. സാർ പ്ലീസ് സാർ. പേര് പറയടാ. ജെയിംസ് സൺ ഓഫ് അച്ഛന്റെ പേര് ജോസഫ് ചാക്കോ. ജോസഫ് ചാക്കോ. ചായപ്പൊടി 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 എങ്ങോട്ടാ എങ്ങോട്ടാ ടീച്ചർ ഇപ്പൊ വരും. എങ്ങോട്ടാ? ടീച്ചറെ ഒരു മിനിറ്റ്. ആ മോനെ ഒരു മിനിറ്റേ, വാപ്പച്ചി ഒന്ന് പുറത്തു വരട്ടെ. അല്ല നീ ഞങ്ങളിപ്പോ തിരിക്കും. ഇല്ല വാപ്പച്ചി. ഇതെവിടെ കടയിലാ? വാപ്പച്ചിക്ക് ചായപ്പൊടി വേണമെന്ന് പറഞ്ഞില്ലേ, അത് മേടിക്കാറിങ്ങതേ ഞാൻ. ദേ മോനെ നീ തണുപ്പത്തൊന്നും ഇറങ്ങണമെന്ന് സൈനസ് കൂട്ടണ്ട, വേഗം വണ്ടി കയറിക്കോ. വാപ്പച്ചിക്ക് ചായപ്പൊടിയൊന്നും വേണ്ട. നീ പറയുന്നത് മതിയോ? അവനോട് ചോദിക്കണം, അവനാ. ചെല്ലടാ. എന്റെ പൊന്നു വാപ്പച്ചി, ഇവിടെ തണുപ്പൊന്നുമില്ല. എന്റെ കൂട്ടുകാരൊക്കെ ഇവിടെ ഒന്ന് കൊടുത്തേ. ദാ, ജിത്തു, ദാ, ദാ. ആ അങ്കിളെ, ആ ജിത്തു എങ്ങനെയുണ്ട് അവിടെ? ദേ അതിന് പാപ്പച്ചിക്ക് ചായപ്പൊടി മേടിക്കാൻ ഇറങ്ങിയിരിക്കാൻ. മോനെ അനക്കറിയാലോ, നീയൊക്കെ കൂടെ ഉള്ളതുകൊണ്ടാ അങ്കിള് ഓനെ വിട്ടത്. ഓനെ നന്നായി നോക്കിക്കൊള്ളണേ, അസുഖമുള്ള കുട്ടിയാ. അവൻ ഓക്കെ അങ്കിളെ, ഞങ്ങളുണ്ടല്ലോ കൂടെ. ആ ശരി, ഇടയ്ക്ക് വിളിക്കണേ. വിളിക്കാം അങ്കിളെ. ദാ, സംസാരിക്കും. ശരി വാപ്പച്ചി. ശരി. അതെത്രേട്ടാ? സാർ ബാക്കിയുള്ളവരെവിടെ? കൺട്രോളർ സീറ്റ് വാടാ. കേറ്. കേറ്, കേറ്. ഏ, വാടാ. വാ, 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 ഓടി വാ. അതെ, നിങ്ങൾ ചെയ്ത ഒട്ടും ശരിയായില്ല. ആ SI പോകുന്ന വഴിക്ക് നമ്മളെ പൊക്കും. എന്റെ ചേട്ടാ മൊബൈലിൽ വീഡിയോ എടുത്തും പറഞ്ഞ് പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല അല്ലടാ. മൊബൈലിൽ വീഡിയോ എടുത്തൊന്നും പറഞ്ഞല്ലോ പോലീസ് നമ്മളെ പിടിക്കുന്നത്. ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ചേട്ടൻ ചെല്ലാൻ നോക്ക്. കേട്ടാ, വണ്ടി ഇനി അങ്ങ് നിർത്തണ്ട, നേരെ കോളേജില കേട്ടാ. എൻ്റെ മക്കളെ, എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യമില്ല. നിങ്ങളുടെ പ്രായമല്ല എനിക്ക്. നിങ്ങൾ ആണുങ്ങൾ മാത്രമാണ് കുഴപ്പമില്ല, ഇത് പെണ്ണുങ്ങളെല്ലാം ഇല്ലേ. നിങ്ങളെ കോളേജിൽ നിന്ന് എടുത്ത് തിരിച്ചു കൊണ്ടുവിടുന്നിടം വരെ ഞങ്ങളുടെ ചങ്കിൽ തീയ. ഒന്നും ഉണ്ടാവില്ല ചേട്ടാ. എടച്ചാമേ, ഇത് എല്ലാ ചാനലിലും ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ എസ്ഐയുടെ അഹങ്കാരം എന്നത്തോടെ തീരും. ആ ചേട്ടന്റെ കരച്ചിലുണ്ടപ്പോ സങ്കടം തോന്നുന്നു. അതെ, എനിക്കെന്തോ പേടിയാവുന്നു. നിനക്കൊന്ന് പറഞ്ഞിട്ടുള്ള അല്ലടി ജേർണലിസം. ദേ ഈ പറയുന്നവൻ ഒരാൾക്കും ഷെയർ ചെയ്തിട്ടില്ല കേട്ടാ. ഓഹോ, നീ ചെയ്തപ്പോ? പിന്നെ എന്റെ ബാബുജിക്ക്. എടാ നീ അത് എല്ലാ ചാനലും അയച്ചു എന്ന് പറഞ്ഞില്ലേ, അത് നിന്റെ ഫോണിൽ തന്നെയാണോ? ഏയ്, അതെനിക്കൊരു പ്രശ്നമാവില്ലേ. അതേ അയച്ചത് ഇവന്റെ ഫോണിൽ നിന്നാ.
ജീപ്പ് ബസ്സിനെ ഫോളോ ചെയ്യും. സാർ ആംബുലൻസ് വിളിച്ചില്ലേ? വിളിച്ചിട്ടുണ്ട് സാർ, പക്ഷെ ആളുടെ അടുത്താണ് സാർ. നോ മോർ. അതെ സാർ. ബസ് നമ്പർ നോട്ട് ചെയ്തില്ലേ? എസ് സാർ. KL 01 BG 9099. ഇതാണ് സാർ കോൺടാക്ട് നമ്പർ. വിളിക്കാം. റിങ്ങുണ്ട് സാർ. ആ, കട്ടപ്പന DVSP ആണ്. KL 01 BG 9099 നിങ്ങളുടെ വണ്ടിയല്ലേ? ആ, അത് ഏത് കോളേജിൽ നിന്ന് ഓട്ടം പോയിരിക്കുന്നത്? അവരുടെ കോൺടാക്ട് നമ്പർ ഉണ്ടോ? ഇമ്മീഡിയറ്റ് അയക്കേ. ഓക്കെ, ഈ നമ്പറിലേക്ക്. ജൽദി 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 ജൽദി. बैठो सिट सिट बैठो बैठो मैं तो फिनिश कर दूंगा. गोली मार दूंगा. सिट बैठो सिट बैठो सिट. गोली मार दूंगा मैं. सिट. चुप. कहाँ है बैठने के लिए? अरे सारे तेरे को बैठो. പ്രധാന വാർത്തകൾ. കമ്പമേട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെച്ച് 5 അംഗ സംഘം അതിക്രമിച്ചു കയറി ബസ്സിലെ ക്ലീനറെ പോലീസിന്റെയും ബസ്സിനകത്തെ കുട്ടികളുടെയും മുൻപിൽ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തി. മറ്റൊരു കുട്ടിയെ ഗൺ പോയിന്റിൽ നിർത്തി പോലീസിനെ മാറ്റി ബസ് നെടുങ്കണ്ടം ഭാഗത്തേക്ക് ഓടിച്ചു പോവുകയായിരുന്നു. ഈ അടിയന്തര സാഹചര്യത്തിൽ മന്ത്രിസഭാ യോഗം വിളിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ബസ്സിലെ വിദ്യാർത്ഥികളുടെ ജീവനെ ഭീഷണി ഉയർത്തുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് നമ്മുടെ റിപ്പോർട്ടർ അറിയിച്ചു. ഈ 5 അംഗ സംഘത്തെ പറ്റി പോലീസിന് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. കേരള പോലീസും തമിഴ്നാട് പോലീസും ബസ്സിനെ പിന്തുടരുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്ത് ആക്ഷൻ എടുത്തിരുന്നാലും കുട്ടികളുടെ ജീവന് ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ഭരണകൂടം മുഴുവൻ ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ. ഇന്ന് ചേരുന്ന ഉന്നതതല യോഗത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കുന്നതെന്ന് നമുക്ക് കാത്തിരിക്കാം. കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ അവർ മൂന്നാർ ഫോറസ്റ്റിനുള്ളിലേക്ക് കയറും. അതിനു മുൻപേ അവരെ പിടികൂടാനുള്ള ശ്രമങ്ങളാകും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഓപ്പറേഷൻ പരാജയമായാൽ ഒരുപാട് വിദ്യാർത്ഥികളുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. अच्छा से मेरे पीछे पड़ रहे. देखा तू देखा मेरा साथ मेरे को पकड़ेगा. हमें छू भी नहीं सकेंगे. चलो कोई मुश्किल नहीं यार. एक को गोली मार के बाहर डाल दूंगा.
You take loudspeaker. നവീൻ അല്ലേ? അതെ അതെ ഞാൻ DYSP കോശി വർഗീസാണ്. അവരെത്ര പേരുണ്ട്? അഞ്ചു പേരുണ്ട് സാർ. നിങ്ങൾ സേഫ് അല്ലേ? अब तक सब सेफ है. ऐसे ही पीछे करने की कोशिश करेंगे ना तो सब वापस मिल जाएंगे, मगर मरने के बाद. समझा? ഹലോ ഹലോ ഹലോ. Send this video to police and request them not to follow. जल्दी कर. അറിയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? സർ, ബാങ്ക് റോബറിക്കിടയിൽ 3 പേരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു സെക്യൂരിറ്റിക്കാരൻ ഡെത്ത് ആയിട്ടുണ്ട്. ബസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു? സാർ ടോട്ടൽ 18 സാർ. 9 ബോയ്സും 8 ഗേൾസും ഒരു ടീച്ചറും ഉണ്ട് സാർ. സർ, DIG. കാഷ്വാലിറ്റി അല്ലേ? നോ സർ, റോബർക്കിടയിൽ ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ ഡെത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനി ഐഡിയ ഓഫ് ദെയർ മോട്ടീവ് ആൻഡ് ഡിമാൻഡ്സ്? തൽക്കാലം ഒരു എസ്കേപ്പ് പ്ലാൻ സർ. പിന്നെ തമിഴ്നാട് പോലീസിന്റെ ഇൻഫർമേഷൻ അനുസരിച്ച് ബാങ്കിൽ നിന്നൊരു ഹ്യൂജ് എമൗണ്ട് ഗോൾഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. Who is tracing them? നമ്മുടെ ഒരു ഗ്രൂപ്പിനൊപ്പം തമിഴ്നാട് പോലീസും ജോയിൻ ചെയ്തിട്ടുണ്ട് സർ. അപ്പോൾ ഫോളോ ചെയ്തൊരു ഓപ്പറേഷൻ അതേ നടക്കുമല്ലേ? അത് പ്രയാസമാണ് സർ. ബസ്സിനടുത്തേക്ക് ജീപ്പ് എത്തുമ്പോൾ തന്നെ സ്റ്റുഡൻസിനെ അവർ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. ക്ലീനർക്ക് സംഭവിച്ച പോലെ ഇനിയും സംഭവിച്ചുകൂടായില്ല. അതുകൊണ്ട് നമ്മുടെ ടീം ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് സാർ. ബസ്സിനകത്തുനിന്ന് അവരയച്ച വിഷ്വൽസ് പരിശോധിക്കുന്നു സാർ. ഫേസ് കവർ ചെയ്തതിനാൽ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല സാർ. ബാങ്കിൽ വിഷ്വൽസ് എടുക്കുന്നുണ്ട്. നല്ല റിസ്ക് ഉണ്ട് സർ. സ്റ്റുഡൻസിന്റെ ലൈഫ് വെച്ചാണ് കളിക്കുന്നത്. ഓക്കെ സർ.
സ്റ്റേറ്റിന്റെ ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു സാഹചര്യമാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സമയമായിട്ടും ഇരു സംസ്ഥാനങ്ങളിലെയും സർക്കാരിനും പോലീസിനും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. ബസ്സിനുള്ളിൽ കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. ബസ്സിനുള്ളിൽ ആയുധങ്ങളുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ബസ് സഞ്ചരിക്കുന്ന വഴി ട്രാഫിക് ബ്ലോക്ക് ആകാതെ നോക്കണമെന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പുണ്ട്. പുറത്തുള്ള ജനങ്ങളുടെ നേരെ നിറയൊഴിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് പോലീസ് ഇത്തരമൊരു അറിയിപ്പ് നൽകുന്നത്. ഭീകര സംഘടനയുമായി ഈ ഗ്രൂപ്പിന് ബന്ധമുണ്ടോ എന്നും പോലീസ് തിരയുന്നുണ്ട്. ബസ് കാടിനുള്ളിൽ കയറുന്നതിന് മുൻപേ ഇവരെ പിടിച്ചില്ലെങ്കിൽ കുട്ടികളുടെ ജീവന് അപകടമുണ്ടാകുമെന്ന പേടിയിലാണ് രക്ഷിതാക്കൾ. മന്ത്രിസഭാ തലത്തിൽ പലരെയും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആരെയും ലൈനിൽ കിട്ടിയിട്ടില്ല. ഹോം മിനിസ്റ്റർ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. അടിയന്തര സാഹചര്യത്തിൽ കമ്പംമെട്ട് മൂന്നാർ റോഡിൽ പോലീസ് 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്.
சார் என்ன சார் இது ரொம்ப கஷ்டம் சார். இமீடியட்டா ஆக்ஷன் ஏதாவது எடுங்க சார். கவர்மெண்ட் ப்ரெஷர் ரொம்ப ஜாஸ்தி. அந்த ஸ்டூடெண்ட்ஸோட லைஃப்பை ரிஸ்க் பண்ணிட்டு என்ன ஆக்ஷன் எடுக்கும்? அதெல்லாம் முடியாது. இந்த டைம்ல அந்த மாதிரி சென்டிமெண்ட்ஸ் எல்லாம் பார்க்காதுங்க சார். அவங்களுக்கு ப்ராப்ளம் എതും വരാമ ആക്ഷൻ എടുங்க സാർ. എടോ അവരുടെ ഇരിക്കുന്ന ഇരുമ്പ് പൈപ്പല്ല, ഗണ്ണാണ്. എടുത്തിയാടിയൊന്നും ചെയ്യാൻ പറ്റില്ല. என்ன சார் இது? ஒரு பெரிய பேங்க் ராபரி நடந்து இப்ப 5 hours ஆச்சு. நம்ம முன்னாடி அந்த ராபர்ஸ் இருந்தா கூடயும் நம்மளால எதுவும் பண்ண முடியலையே. இது மொத்தம் டிபார்ட்மெண்ட்டுக்கு ரொம்ப அசிங்க சார். அதுக்காக அந்த பசங்களோட லைஃப் வந்து ரிஸ்க் பண்ணணுமா? ஓடுறா சார். கவர்மெண்டோட பிரஷர் பிரச்சனை லொட்டு லொடுக்கு போம்பறடா. ப்ளீஸ் நீங்க போயிடு சார். ஓகே சார். சார் ये क्या? दे दो, सबका फोन स्विच ऑफ करो. ले लो. बंद करो और जल्दी दे दो. फोन दे दो. दे दो मेरे फोन दे दो. पूरा समझ में नहीं आता है. जल्दी जल्दी. सारे के सारे फोन मेरे हाथ में चाहिए अभी. जल्दी जल्दी से दे दो. बंद करो फोन. किसी के हाथ में फोन नहीं दिखनी चाहिए. अरे बॉस उसको देख. अरे क्या माल है, क्या मस्त लड़की है यार. उसको तो देखो. अरे यो हसीना. अरे क्या ये वो मेरी वाली है, उस पे तू नजर मत रखना. हाँ मेरी वाली है, उसको मैं देखूंगा उसको. अरे वाह. आजा वो. बैठो. Enjoy. कितनी सोहनी लग रही है. साली तू मेरी वीडियो बनाएगी क्या? चुप बैठो. आरामी साले. तू FB लाइव करेगी? बैठो. आओ इधर. जाओ. मार दे साली को. मार दे. दोबारा ऐसा मत करना.
പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ പുതിയൊരു വെളിപ്പെടുത്തൽ കൂടി ഞങ്ങൾ നടത്തുന്നു. ബസ്സിലുണ്ടായിരുന്ന സ്വാതി എന്ന സ്റ്റുഡന്റിന്റെ FB പേജിൽ നിന്നും കിഡ്നാപ്പ് നടത്തിയ ഗ്യാങ്ങിന്റെ വിഷ്വൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അവരെ പറ്റിയുള്ള ഒരു വിവരങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്ന് വ്യക്തമായി നമുക്ക് കിട്ടിയിട്ടില്ല. സർ, അടിവാരത്തുനിന്ന് ചുരം കയറി നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്പോട്ടിലേക്ക് ബസ്സിന് ട്രാവൽ ചെയ്തെത്താൻ അറൌണ്ട് 75 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഹൈ റേഞ്ച് ആയതിനാൽ ദേ വിൽ നീഡ് മിനിമം 5 to 6 hours. സർ, ബ്രിഡ്ജ് കയറി കട്ട് റോഡ് വഴി നമ്മുടെ ജീപ്പുകൾ ഇവിടെ എത്താൻ എടുത്തത് മാക്സിമം 45 മിനിറ്റ്സ് ആണ്. സർ, വിച്ച് മീൻസ് ഇവിടെ വരെയുള്ള ബസ്സിന്റെ ട്രാവലിംഗിനിടയിലുള്ള മാക്സിമം 5 മണിക്കൂറേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. സാർ, ഇവിടെയും കടന്നാൽ പിന്നെ തിക് ഫോറസ്റ്റ് ഏരിയ ആണ് സാർ. പിന്നെ രാത്രി കൂടി ആയാൽ വിൽ ബി ടോട്ടലി ഹെൽപ്ലെസ്. പിന്നെ അവരുടെ കയ്യിൽ വെപ്പൺസ് കൂടി ഉള്ളതിനാൽ നല്ല റിസ്ക് ഉണ്ട് സാർ. സാർ, സൈബർ സെല്ലിൽ നിന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്. ആ ലൈവ് വീഡിയോയിൽ നിന്ന് ആരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. If that's the case, send it to the central agency. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള പോലീസിന്റെ ഒരു പരാജയം മാത്രമാണ്. വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വാർത്തകളുള്ള പ്രഭാതമാണിന്ന്. കാറ്റാടിപ്പാടത്തെ താൽക്കാലിക പോലീസ് കൺട്രോൾ റൂം. പേരൻസ് സാറിനെ കാണണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു. ഇതിനിടയ്ക്ക് ഞാനെന്ത് പറയാനാ? ഓക്കെ വരാൻ പറ. സ്റ്റുഡൻസ് എല്ലാവരും സേഫാണ്. പിന്നെ ആ ഗ്യാങ് രക്ഷപ്പെടാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു എന്ന് മാത്രം. പോലീസ് അറ്റാക്ക് ചെയ്താൽ മാത്രമേ അവർ ആ സ്റ്റുഡൻസിനെ ആക്രമിക്കൂ. ഗവൺമെന്റിന്റെ തീരുമാനം കുട്ടികളെ ആദ്യം സേഫ് ആക്കുക എന്നുള്ളതാണ്. സാർ, എനിക്ക് ഒറ്റ മകനേ ഉള്ളൂ. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്. ഒന്നും സംഭവിക്കില്ല, ഞങ്ങൾ ഉറപ്പ് വരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ക്രിമിനൽസ് രക്ഷപ്പെടില്ലേ സർ? ഇപ്പൊ ഞങ്ങളുടെ മുന്നിൽ സ്റ്റുഡൻസിന്റെ ജീവനാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ റോബറി നടത്തിയ ക്രിമിനൽസ് ക്യാഷും ഗോൾഡുമായി രക്ഷപ്പെട്ടു പോട്ടെ എന്നാണോ കേരള പോലീസ് പറയുന്നത്? ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. യു വെയിറ്റ് ആൻഡ് സീ. സാർ, ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളെ വേണം. അവർക്കൊരു പോറൽ പോലും ഓൽക്കാതെ ഞങ്ങൾക്ക് അവർ തിരിച്ചു തരണം. ഞാനല്ലേ ഉറപ്പ് വരുന്നു. വി ആർ ഓൾ ട്രൈങ് ഫോർ ദാറ്റ്. പ്ലീസ് വെയിറ്റ്. ടെററിസ്റ്റുകളുമായി ഈ കിഡ്നാപ്പിന് ബന്ധം വല്ലതും ഉണ്ടോ സാർ? പ്ലീസ്, നിങ്ങൾ ഇവരെല്ലാം കൂടുതൽ പാനിക് ആക്കാതെ. സാർ, എന്താണ് ഈ ടെററിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത്? ഇനി അവരാണോ ഞങ്ങളുടെ മക്കളെ പിടിച്ചു വെച്ചിരിക്കുന്നത്? എന്തൊക്കെയാ സാർ ഇവിടെ നടക്കുന്നത്? എന്തായാലും തുറന്നു പറ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ നഷ്ടപ്പെടുത്താൻ വയ്യ. ഏയ് സാർ, ഉറപ്പ് നൽകിയില്ലേ? ഒന്നും സംഭവിക്കില്ല. ഞങ്ങളൊക്കെ പിന്നെ എന്തിനാ? എല്ലാവരും ഒന്ന് മാറ്റി നിർത്ത്. സുല്ലേ, ഒന്ന് മാറ്റ്. That's all for now.
കേരളക്കരയാകെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ വാർത്ത പുറത്തുവരുന്നത്. ബസ്സിനകത്തുണ്ടായിരുന്ന ജേർണലിസ്റ്റ് സ്റ്റുഡന്റായ അൻവറിനെ അക്രമികൾ വെടിവെച്ച് കൊലപ്പെടുത്തി. ബസ് തടഞ്ഞ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ടീം ബസ്സിനുള്ളിൽ കയറാൻ ശ്രമിക്കുമ്പോഴാണ് സംഭവം നടന്നത്. ഇത് പോലീസിന്റെ വൻ വീഴ്ചയായിട്ടാണ് കണക്കാക്കുന്നത്. പോലീസിന്റെയും സഹപാഠികളുടെയും മുമ്പിൽ വെച്ചായിരുന്നു അൻവറിന്റെ ദാരുണാന്ത്യം. കോതമംഗലത്ത് ബിസിനസ്സുകാരൻ മുഹമ്മദിന്റെ 2 കുട്ടികളിൽ മൂത്ത മകനാണ് അൻവർ. DIG രക്ഷിതാക്കൾക്ക് നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന് ആരോപണം. വിദ്യാർത്ഥികളുടെ ജീവൻ അപകടത്തിലാകുന്ന ഒരു പ്രവൃത്തിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന് DIG ഹേമന്ത് രക്ഷിതാക്കൾക്ക് ഉറപ്പു നൽകിയിരുന്നു. ബസ്സിൽ കയറിയ ഗ്യാങ് രക്ഷപ്പെടാൻ മാത്രമാണ് വിദ്യാർത്ഥികളെ ബന്ദികളാക്കിയത് എന്നാണ് പോലീസിന്റെ ആദ്യ പ്രതികരണം. അതുകൊണ്ട് തന്നെ പോലീസ് പ്രതിരോധിക്കാതിരുന്നാൽ വിദ്യാർത്ഥികളെ അക്രമകാരികൾ ഉപദ്രവിക്കാൻ സാധ്യതയില്ലെന്നും ഹേമന്ത് ഉറപ്പു നൽകിയിരുന്നു. പക്ഷേ മിനിറ്റുകൾക്കകം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ ഇറക്കി ബസ്സിനെ തടയുകയും അക്രമികളെ പ്രകോപിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമായതെന്ന് രക്ഷിതാക്കളും പ്രതിപക്ഷ കക്ഷികളും ആരോപിച്ചു. മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുടെ മകനാണ് സാർ. ഒരു കാര്യം ചെയ്യും, 2 സ്ഥലത്തും ഒരു അനിയനും കൂടിയാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അദ്ദേഹം ഇപ്പം ഇഞ്ഞെത്തും. ആംബുലൻസ് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് ഇപ്പോൾ സർ, ഞാൻ കൊടുക്കാം സർ. DIG. ഹലോ സർ. സോറി സർ, പരാജയപ്പെട്ടു പോയി സർ. സർ അനുക മുഹമ്മദ്, ജോസഫേ, ആന്റണിയെ കോഴ്സിന് ശേഷം ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകണം. അവനൊന്നും ഇഷ്ടമില്ലെന്ന് അനു പറഞ്ഞേ. പിള്ളേരുടെ ഇഷ്ടപ്പെടി നമ്മൾ നോക്കണം. എന്തിനാ പേടിക്കുന്നത്? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ടിരിക്കുക. പിന്നെ കുറച്ച് വെള്ളം തരൂ. വെള്ളം എടുക്കുക. ഭയങ്കര ദാഹം. പരവേശം പോലെ എടുക്കുന്നു. ഞാൻ ഓനൊന്നും കണ്ടിട്ടില്ല. എനിക്കവരെ കാണാൻ പറ്റില്ലടോ. എനിക്കവരെ കാണാൻ പറ്റില്ലടോ. തിരിച്ചോട്ടല്ലേ പോയത്? തിരിച്ചോട്ടല്ലേ എന്റെ മോനെ ഞാൻ യാത്രയാക്കിയത്? എനിക്കവരെ കാണാൻ പറ്റില്ലടോ. നെഞ്ചിലേഴു നിറമായി വിരിയും വാനവിൽ നിന്നഴകേ, എങ്ങകന്നിന്നകലേ നിറയും കണ്ണുനീരിൻ മറവിൽ, ഉച്ചവെയിലൊഴിഞ്ഞില്ലെനിയും ചേക്കൊഴിഞ്ഞതെന്തു നീ കിളിയേ, ഇനി വിധി തൻ വഴിയിലേകനായി നിന്നിനവിനോർമ്മയായി. പകലിനിരുളിൽ നിഴല് പൊഴിയും വഴിയിലേകനായി മിഴികളടയാൻ കാത്തു നിൽക്കും കനവിനിതളുകളായി, വിരൽ നീ വിട്ടകന്ന വഴിയിൽ വെറുതെ കാത്തു നിന്നു തളരും നിമിഷം യുഗമായി
മിഴിതൽ നിറനനവായി പകലിനിരുളിൽ നിഴല് പൊഴിയും വഴിയിലേക്കനായി മിഴികളടയാൻ കാത്തു നിൽക്കും കനവിനിതളുകളാ. പൂക്കുന്ന ചില്ലകളെല്ലാം ചേക്കേറിയണയും കിളികൾ വാക്കൊന്നു മുറിയാടാതെ വസന്തങ്ങൾ പോയി മറഞ്ഞു. എൻ ജീവനീ പാഴ്ഭൂമിയിൽ എൻ ജീവനീ പാഴ്ഭൂമിയിൽ ഏകാന്തമാം തിരിനാളമായി ഇനിയൊരു കാറ്റണയാ. നെഞ്ചിലേഴു നിറമായി വിരിയും വാനവിൽ നിന്നഴകേ എങ്ങകന്നിന്നകലേ നിറയും കണ്ണുനീരിൻ മറവിൽ ഉച്ചവെയിലൊഴിഞ്ഞില്ലെനിയും ചേക്കൊഴിഞ്ഞതെന്തു നീ കിളിയേ. ഇനി വിധി തൻ വഴിയിലേക്കനായി നിന്നിനവിനോർമ്മയായി. അൻവറിന്റെ കൊലപാതകം വളരെ നിഷ്ഠൂരമെന്നാണ് ഓപ്പറേഷനിൽ പങ്കെടുത്ത പല പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നത്. പലതരം ന്യൂസുകളും സോഷ്യൽ മീഡിയ വഴി പുറത്തു വരുന്നുണ്ടെങ്കിലും അതിലൊന്നും സത്യമില്ല എന്നാണ് പോലീസ് പറയുന്നത്. നമുക്കൊരു കാര്യം പോലീസിന് വേണ്ടി ചെയ്തു കൊടുക്കാം. അക്രമികൾ പ്രകോപിതരാകാതിരിക്കാൻ മൂന്നാർ റോഡ് ബ്ലോക്ക് ആകാതെ മാറി നിൽക്കാം. ഏകദേശം 20ഓളം വെടിയുണ്ടകൾ ശരീരത്തിൽ തുളച്ചു കയറിയിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഉടനടി NST കമാൻഡോസിനെ സംഭവ സ്ഥലത്തെത്തിക്കാനും അവരോടൊപ്പം ഓപ്പറേഷനിൽ കേരള പോലീസിനെയും പങ്കെടുപ്പിക്കാനും മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉടനെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അങ്ങനെയാണെങ്കിലും വളരെ കുറച്ച് സമയമേ ഏത് ഓപ്പറേഷനും നമുക്ക് മുന്നിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എടുക്കുന്ന ഏതൊരു തീരുമാനവും അതിനിർണായകമാണ്. ഇനിയുള്ള കാത്തിരിപ്പ് NST കമാൻഡോസിന് വേണ്ടിയുള്ളതാണ്. സർ, സെൻട്രലിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അലിഖാൻ കറാച്ചിക്കാരനാണ്. ഇയാൾ ഇന്ത്യയിലേക്ക് കടന്നിട്ടുണ്ടെന്നൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ബട്ട് പിന്നീട് അതിന് എവിഡൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഈ അലിഖാൻ തന്നെയാണ് ബസ്സിലുള്ളതെന്ന് അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈവൻ ഐ ഗോട്ട് ദാറ്റ് ഇൻഫർമേഷൻ. മറ്റുള്ള ആൾക്കാർ പുതിയതാണല്ലേ? യെസ് സർ, വി വർ ഏബിൾ ടു ഫൈൻഡ് ഔട്ട് അനദർ വൺ ടു സർ. മർഹാസ്. ഇവിടെ ഇന്ത്യയിൽ റിക്രൂട്ടിംഗ് ചാർജ് ഉള്ളവൻ, ആ ഡർട്ടി ക്രിമിനൽ, എന്തും ചെയ്യാൻ മടിയിലാണ്. സിറ്റുവേഷൻ സാറിന് അറിയാമല്ലോ. പെട്ടെന്നൊരു ഓപ്പറേഷൻ എളുപ്പമല്ല. ഇപ്പൊ തന്നെ മിനിസ്ട്രി പ്രഷറിലാണ്. ഇനിയൊരു ജീവൻ കൂടെ നഷ്ടപ്പെട്ടാൽ അറിയാലോ. സർ, അലിഖാനെ പോലെ ഒരാളെ മുന്നിൽ കിട്ടിയിട്ട് നമുക്ക് നോക്കി നിൽക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഓപ്പറേഷനുള്ള ഓർഡർ സാറിന് കിട്ടിയിട്ടുമുണ്ടല്ലോ. പക്ഷേ ഇത്രയും കുട്ടികളുടെ ലൈഫ് റിസ്ക് ചെയ്തിട്ട് സർ, അറ്റാക്ക് ചെയ്യാനാണ് ഓർഡർ. വി വിൽ ഗോ ഫോർ ഇറ്റ്. പിന്നെ നമ്മൾ അറ്റാക്ക് ചെയ്തില്ലെങ്കിലും അവർ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്റ്റുഡൻസിനെ അവർ ഒന്നും ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കൂടെയുള്ളത് മർഹാസാണ്. എനിഹൗ, ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ റെഡിയാണ്. ബട്ട് കൊച്ചുമക്കളാണ്, അവർക്കൊരു പോർല പോലും ഏൽക്കരുത്. Don't you think that we are getting trained for nothing, sir? Yes, youngster, I can understand your feelings. Anyway, you carry on. Sure. Hey. By the way, what's your name? Abhinav. Captain Abhinav, sir.
സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സർ. Are you ready? Yes, sir. Yes, sir. Yes, sir. All the bravos, move to the bus and get them diverted. Dennis, listen. അവരോട് ഡ്രോൺ കുറച്ച് താഴ്ത്താൻ പറയും. വിഷ്വൽസ് നോട്ട് ക്ലിയർ. സർ ചാർലി ഡ്രോൺ ബസ്സിനും ബൈക്കിനും ക്ലോസ് ആയിട്ട് വാ.
ये दुआ कहाँ से?
Congratulations, my boy. താങ്ക് യു സർ. Mission C accomplished. Officially reporting you, sir. Thank you so much.